വെണ്ടയ്ക്ക മെഴുകുപുരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി വെണ്ടയ്ക്ക ആദ്യം നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളത്തിൽ മാറ്റി വയ്ക്കുക. ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഒരു സവാള, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കടുക്, വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. വെണ്ടയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പച്ചമുളകും സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. പച്ചമുളകും സവാളയും എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്ക എപ്പോഴും തുറന്നു വെച്ചിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇത് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പച്ച കളർ മാറി കളറ് മങ്ങിപ്പോവും. അപ്പോൾ തുറന്നു വെച്ച് തന്നെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് മാറുന്നതനുസരിച്ച് ഫ്ലെയിം കൂട്ടി നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ തുടക്കത്തിൽ നന്നായിട്ട് ഒരു വഴുവഴുപ്പുണ്ടാകും. ഇത് വെന്ത് വരുന്നതിനനുസരിച്ച് ആ ഒരു വഴുവഴുപ്പ് കുറഞ്ഞ് ലാസ്റ്റ് നന്നായിട്ട് ഇതൊന്ന് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരും. ഈ പച്ച കളർ അങ്ങനെ തന്നെ നിൽക്കുന്ന രീതിയിലാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മങ്ങിപ്പോകും.
ഇത് നന്നായിട്ട് വെന്ത് വരുന്നതിനനുസരിച്ച് ഫ്ലെയിം കൂട്ടി നന്നായിട്ട് ഇത് ചിക്കിയെടുക്കാം.